ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. എന്താ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം? ഗോൾഡ് ബിസ്ക്കറ്റ്. യെസ്, ആരും കേൾക്കണ്ട, ഗോൾഡ് ബിസ്ക്കറ്റ് ആണ് നമ്മളുടെ. മുമ്പ് ഞങ്ങൾ ഗോൾഡ് കോയിൻസ് ഉണ്ടാക്കിയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വെറൈറ്റി നോമ്പ് തര വിഭവമാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇത് 3 ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകിയിട്ട് തോലടക്കം ഞാൻ കുക്കറിൽ വെച്ചാണ്. ഞാൻ അങ്ങനെ സാറിന് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ തോലിൻ്റെ ഒരു സ്പെഷ്യൽ സ്മെല്ല് ഇതിന് വരും. നിങ്ങളെ സൗകര്യം പോലെ എന്തും ചെയ്യാം, പക്ഷേ ഇങ്ങനെയാണ് എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനെ കംപ്ലീറ്റ് ഒന്ന് ഉടച്ച് ശരിയാക്കുകയാണ്. ഇനി ഇതിനെ ഓഫാക്കി മുറിച്ച് ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യാണ്. ഇതാദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെക്കും. പിന്നെ ഇതിൽ അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ശരിക്കും നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യുക. കംപ്ലീറ്റ് ഏകദേശം ഒരു 10 സ്റ്റീം ഞാൻ വരുത്തിയിരിക്കുന്നത്. 10 സ്റ്റീം വരുത്തിയിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഏകദേശം ഒരു ഫുൾ പ്ലേറ്റ് ഉണ്ട്. ഒരു 3 വലിയ കിഴങ്ങ് തന്നെയാണ്. ഉപ്പൊന്നും ഇട്ട് വേവിച്ചിട്ടില്ല. ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉപ്പിടാണ്ട് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്ലേറ്റ് മാറ്റി വെക്കുക. ഇനി ഉള്ളീൻ്റെ തണ്ടിൻ്റെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഉള്ളിത്തണ്ട് കുറച്ച് മേടിച്ചിരിക്കുന്നത്. 2 വലിയ ഉള്ളിയും കുറച്ച് ബീൻസും ഒരു ക്യാരറ്റുമാണുള്ളത്. ഇത് ഉള്ളിത്തണ്ട് ഞാൻ ചെറുതാക്കി നൈസാക്കി അരിഞ്ഞതാണ്. ഇത് അതിൻ്റെ അറ്റത്തുള്ള പൂവും കാര്യങ്ങളാണ്. ഇത് വേസ്റ്റിലേക്ക് ഇടണം. കുറച്ച് ഉണങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതും കളഞ്ഞിരിക്കുന്നത്. ഇതാണ് ഉള്ളിത്തണ്ട് ചെറുതാക്കി അരിഞ്ഞത്. ഇത് ക്യാരറ്റും ബീൻസും ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ഒരു 1/2 സ്പൂണ് പച്ചമുളകിൻ്റെതും, പച്ചമുളക് മാത്രം അരച്ചതാണ്. ഇത് മല്ലിയില ഒരു 2 കൈപ്പിടുത്തം, മറ്റുള്ളി ചെറുതാക്കി അരിഞ്ഞതും, ഇത് നമ്മളെ കിഴങ്ങ് വേവിച്ചതും. ഇനി ഞാൻ കുറച്ച് ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു മൈദപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം ഉപ്പിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ 1 സ്പൂണ് ചെറിയ ജീരകവും കുരുമുളക് പൊടിയും ഗരം മസാലയും, ഇത് 3ഉം ഓരോ സ്പൂൺ എടുത്തിട്ട് 1 സ്പൂണ് വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണമായിട്ട് ലൂസാക്കുക. ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം ഞാൻ കാണിച്ചു തരാം. അത് നേരിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ചെയ്യുകയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ബൗളിലാക്കിയതാണ് ആദ്യം. ഇനി അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇത് നമ്മളൊരു അധികം ലൂസ് ഉണ്ടാവാൻ വരരുത്, അധികം കട്ടി ഉണ്ടാവാൻ പറ്റരുത്. ആ ഒരു ലെവലിലായിരിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഞാനിത് അരച്ച് ഈ ഒരു പാകത്തിലത് അടിച്ചെടുക്കുക. അവിടെ മാറ്റി വെക്കുക. അത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരാവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നല്ലോണം ഇട്ട് വാട്ടുക. അധികം വാടുന്നില്ല, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ തട്ടി വാടി വന്നാൽ മതി. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനിടുക. എന്നിട്ട് നല്ലോണം വീണ്ടും ഇളക്കുക. ഇനി നമ്മളെ ക്യാരറ്റും ബീൻസും അതിൽക്കിടുക. ഇനി വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പേസ്റ്റ് ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പച്ചമുളകിൻ്റെ അത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം ഇട്ട് ശരിക്കും ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വാടി വരിക. ഇപ്പോൾ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയും പേസ്റ്റ് 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പച്ചമുളക് അരച്ചും. അത് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അത് കൂട്ടും ചെയ്യാം. ഇത് അരച്ചത് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 സ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും 1 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂണ് കുരുമുളക് പൊടി. ഇത് 3ആണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ഇതൊരു സ്പെഷ്യൽ സ്മെല്ല് വരും. മഞ്ഞപ്പൊടി മുളക് പൊടി തീരെ ഉപയോഗിക്കരുത്. എന്നിട്ട് ഇതും കംപ്ലീറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം അങ്ങോട്ട് വാടി വരുന്ന സമയത്ത് നമ്മുടെ ആ ഉള്ളിത്തണ്ടിൻ്റെ ആ ഒരു പീസ് ഇതിൽ കിടണം. ഇത് ഈ സീസണായപ്പോൾ ഞാൻ ഇട്ടതാണ്. നല്ല ടേസ്റ്റാണിത്. ഈ ഒരു മസാല പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മളുടെ ഗോൾഡ് ബിസ്ക്കറ്റ്. ഇപ്പം മുമ്പ് ഞാനൊരു ഗോൾഡ് കോയിൻ ഉണ്ടാക്കിയെന്ന്. ഇത് മല്ലിയില അതിൽ കിട്ടുന്നത്. ഇനി ചിക്കൻ്റെ പീസ് ഉണ്ടെങ്കിൽ ചെറിയ ബ്രസ്റ്റ് പീസ് ഉണ്ട്, അതിട്ടാൽ വേറെ ടേസ്റ്റാണ്. ഇത് ഞാൻ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആക്കിയതാണ്. ഇത് കംപ്ലീറ്റ് ഒന്ന് വാടി വരിക. ഉള്ളീൻ്റെ തണ്ട് കുറച്ച് മൂത്തതാണ്. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടുക. അപ്പോൾ അതുകൊണ്ട് ഉള്ളിത്തണ്ട് കുറച്ച് മൂപ്പുള്ളതാണ്. അത് നമ്മൾ കടലാസിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, യാതൊരു കേടുണ്ടാവില്ല, കുറേ കാലം നിൽക്കും അത്. ഇതിലേക്ക് നമ്മൾ ഒന്ന് വാടി വന്ന ശേഷം ലാസ്റ്റ് നമ്മൾ കിഴങ്ങ് അതിലേക്ക് ഉടച്ച കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ശരിക്കും എല്ലാ ഭാഗവും സെറ്റായി വരണം. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഇത് പുറത്തേക്ക് എടുത്ത് വെക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്ന് അടി മേൽ മറിയുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മറിച്ചിടണ്ടല്ലേ. എന്നിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടി നമ്മൾ പ്ലേറ്റിൽ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. അത് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുക, ബോണ്ട ഉണ്ടാക്കുക, പല മസാലകൾക്കും ഇത് ഉപയോഗിക്കാം നമുക്ക്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കുക. ചൂടാറിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ചൂടാറാൻ നല്ലതാണ്, ഒന്ന് സെറ്റാകാൻ നല്ലതാണ്. അതവിടെ മാറ്റി വെക്കുക.
ഇനി നമുക്ക് ബ്രെഡ് കൊണ്ടുള്ള കലാപരിപാടിയാണ് അടുത്തത്. ഇപ്പം ബ്രെഡ് ഞാൻ മുറിക്കുന്ന ഒരു ഐഡിയ കാണിച്ചുതരാം. ഈ ഒരു ബ്രെഡിനെ ഒരു 3 പീസാക്കിയിട്ട് നമ്മൾ മുറിക്കുന്നത്. ബ്രെഡ് പൗഡറും വേണം. അപ്പം ഞാനിത് മുറിച്ചത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിൽ മുറിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മസാല വരട്ടണം. അപ്പം ബ്രെഡ് മുറിക്കാതെ വെച്ചിട്ട് മസാല വരട്ടിയാലാണ് അതാണ് സൗകര്യം. ഇനി ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഈ ഒരു സൈസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബ്രെഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി അടുത്തതാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഇതിങ്ങനെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ജാമൊക്കെ തേക്കുന്ന പോലെ അധികം തിക്നെസ് ഒന്നും പറ്റില്ല, ഒരു ലെവലിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഇങ്ങനെ തേച്ച് വെക്കുക. ഇതിനെ പല സൈസിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 3 പാർട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിനെ ഇനി 4 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ എല്ലാ ഭാഗവും സെറ്റ് ചെയ്യുക. വേണം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ നേരത്തെ മുറിച്ച ആ അളവുണ്ടല്ലോ, ആ ഒരു അളവിൽ ഇതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുക. ഇതേപോലെ ഇതങ്ങോട്ട് വന്നിട്ട് മാറ്റി വെക്കുക. ഇതിനിപ്പോൾ 3 പീസാണ് ഇതാക്കിയിട്ടുള്ളത്. ഇതിന് സെൻറ്ററിൽ ഇങ്ങനെ ക്രോസ് മോഡൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, 4 പീസാക്കി ഉണ്ടാക്കാം. ഇതേപോലെ വെച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് കൊടുക്കുക. പിന്നെ എങ്ങനെയൊന്ന് വെക്കുക. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി ട്രയാങ്കിൾ വേണമെങ്കിൽ അങ്ങനെ ട്രയാങ്കിളും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ. പക്ഷേ ഏറ്റവും രസം കാണാനുള്ളത് ഇങ്ങനെ റെക്റ്റാങ്കിൾ ആയിട്ടുള്ളതാണ്, 3 സൈസുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൽ മുങ്ങുന്ന തരത്തിൽ വെച്ച് എണ്ണ പാർന്നിട്ട് ഇതേപോലെ ജസ്റ്റ് മുക്കുക. കൈ അധികം തൊടാതെ നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ബ്രെഡ് പൗഡറിൽ ഫ്രീ ആയിട്ടുള്ള കൈ കൊണ്ട് തൊട്ടുക. അപ്പോൾ എന്താ വെച്ചാൽ ബ്രെഡ് പൗഡർ കുറേ നേരം കേടാകാതെ ഉണ്ടാവും. മറ്റേ കുറേ ഈ മൈദൻ്റെ മാവ് തട്ടി കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകും പെട്ടെന്ന്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വേണമെന്ന് അമർത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ബ്രെഡ് പൗഡർ തേച്ച ശേഷം നമ്മൾ ബ്രെഡ് ഇതേപോലെ ടേബിൾ സ്പൂണിൽ ആക്കിയിട്ട് അങ്ങോട്ട് വെക്കുക. ഇത് മാറ്റി അവിടെ വെക്കുക. ഇത് അപ്പം തന്നെ നമുക്ക് പൊരിക്കുക. അതല്ലെങ്കിൽ ഇത് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് പിന്നെ വേറൊരു ദിവസം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണയിൽ കണ്ടിടുക. ഇതേപോലെ എണ്ണ മുങ്ങത്തക്കത്തിൽ വേണേ. ഒന്ന് ചൂടായ നമ്മുടെ ചട്ടകം കൊണ്ടൊന്ന് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കുക. ആദ്യം ടോപ്പ് ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ജാമാക്കി ഇടരുത്, ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം. ഇതേപോലെ ടോപ്പിലേക്കൊക്കെ എണ്ണ തെറിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അപ്പോൾ സംഭവം ഇപ്പോൾ സൂപ്പറായിരിക്കുന്നത്, നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കൻ കൂട്ടുകയാണെങ്കിൽ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് ഉപയോഗിക്കുക, ബീഫ് ഉപയോഗിക്കുക, ബീഫിൻ്റെ പീസ് ഉപയോഗിക്കുക. ഇത് കട്ട്ലറ്റിന് ഈ ഒരു മസാല ഉപയോഗിക്കുക, പിന്നെ ബോണ്ടയ്ക്ക് ഈ ഒരു മസാല ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇതേ സ്ക്വയർ റെക്റ്റാങ്കിൾ നിങ്ങൾ സൗകര്യം പോലെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, എണ്ണയൊന്നും അധികം കുടിക്കില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.